എന്തിനലപ്പാ മിണ്ടായിടാ അവിടെ? അതിന് ഞങ്ങൾ A സെക്ഷനല്ല സംസാരിച്ച് 10 B സെക്ഷനാ. എന്നാലും നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്ന എന്താ? ഇതിലും ഭേദം A സെക്ഷനും B സെക്ഷനെയും ഒരുമിച്ചിരിക്കുന്നതായിരുന്നു. ഞങ്ങൾ A സെക്ഷൻ, അപ്പുറത്ത് കാണുന്നത് B സെക്ഷൻ. ഞങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ആകെ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന അവിടെയും അവിടെ പറയുന്ന ഇവിടെയും നല്ല വ്യക്തമായിട്ട് കേൾക്കാനും അറിയാനും സാധിക്കും. അപ്പൊ എല്ലാരും മലയാളത്തിന്റെ ടെക്സ്റ്റ് ഒന്ന് എടുത്തേ പെട്ടെന്ന്. ഞാൻ എന്തോരം പഠിപ്പിച്ചാടാ നിന്നെയൊക്കെ. 50 10 മാർക്കോ? ചന്ദ്രനാ അടിക്കല്ലേ സാറേ, ചന്ദ്രനാ. എടാ ശിശു സാറിന്റെ മൂഡ് ശരിയില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടുപോലും ഇല്ല. എടാ നമ്മള് പരീക്ഷ എഴുതിയില്ല, 3ാമത്തെ പീരീഡ് അങ്ങേറയാ. ഞാനൊന്നും എഴുതിയിട്ടില്ല. ഞാനൊരു കോപ്പ് എഴുതിയിട്ടില്ല. തല്ലി പൊട്ടിക്കങ്ങേരും. ശ്ലതകാകളി വൃത്തത്തിൽ 2ാം പാദ്യത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറഞ്ഞിടുകിൽ അത് ആയോ മഞ്ചരിയായിടും. തല കറങ്ങുന്നു. ചുമ്മാ ഉടായ്പ കാണിക്കരുത്. അല്ല ഇത് ശരിക്കും തല കറങ്ങും. എടാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. ഒറ്റയ്ക്ക് പൊട്ടീര് മേടിക്കാൻ വയ്യാത്തോണ്ടാ. ചുമ്മാ അടവ് കാണിക്കല്ലേ, പ്ലീസ്. സാറേ എന്തോ പറ്റിയാലേ? തല ചുറ്റു. വീട്ടിൽ പോകണമായിരിക്കും അല്ലയോ? വീട്ടിൽ പോകാനോ? ഒരു കാര്യം ചെയ്യ്, സ്റ്റാഫ് റൂമിൽ പോയി കടന്നിട്ടേ ഉച്ചയ്ക്ക് പോയാൽ മതി. പിള്ളേരെ, എനിക്ക് NSSന്റെ ഡ്യൂട്ടി ഉണ്ട്. പിള്ളേരെ കണ്ട് പഞ്ചായത്തിൽ പോവാട്ടോ. അപ്പൊ ആളെങ്കിൽ ഒതുങ്ങി ഇരുന്നോണം. ഞാൻ ഇന്ന് വരുത്തില്ലേ. എടാ അങ്ങേര് NSSന്റെ ഡ്യൂട്ടിക്ക് പോവാ, ഇന്നില്ലെന്ന്. അപ്പൊ നമുക്കിന്ന് വരുത്തില്ല. സാർ ഓക്കെ കേട്ടോ. അപ്പൊ പിള്ളേരെയും കൊണ്ട് എന്തൊരു ചെലപ്പോ. എന്തോടാ ശിവസാറ് പോയപ്പോഴേ അങ്ങ് തുടങ്ങിയോ? അടുത്ത പീരീഡ് എന്തുവാ? സോഷ്യലോ? സാറും വന്നിട്ടില്ലല്ലോ. എടാ മണ്ട, സോഷ്യലിന്റെ സാറ് വന്നിട്ടില്ല, പിന്നെ എന്തിനാ എംബോഷൻ എഴുതുന്നേ? മിണ്ടരുതേ. പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നൊരു എക്സാമിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ലയോ? എല്ലാം പേപ്പർ എടുത്തേ, പേപ്പർ എടു. എടാ അടുത്ത വീട് മലയാളത്തിന്റെ എക്സാം ഇല്ലയോ? അപ്പുറത്തെ ക്ലാസ്സിൽ അങ്ങേര് ക്വസ്റ്റ്യൻ പറയുന്നു, എഴുതിയെടുത്താലോ? ഇവിടെ ഒരു പേപ്പർ വേണോ? എന്റെ ഈ ഒരൊറ്റ പേപ്പറേ ഉള്ളൂ. ഒരെണ്ണം നോക്ക്. ഇതേ ഉള്ളൂ. ബുക്ക് പേപ്പർ കയറില്ലേ? നല്ല പേപ്പറാണല്ലോ. ഉണ്ടായിരുന്നില്ലയോ? എന്നിട്ടാ കള്ളത്തരം പറയാ തേണ്ടി. എഴുതിക്കോ. മൺമറഞ്ഞു പോയ കലാരൂപങ്ങളെ പറ്റി ഒരു ഉപന്യാസം തയ്യാറാക്ക്. 6 മാർക്കാ. കുമാരനാശാന്റെ വീണപ്പൂ നമ്മളെല്ലാം പഠിച്ചില്ലയോ? അപ്പൊ ആ വരികളുടെ അലങ്കാരവും വൃത്തവും വേർതിരിച്ചെഴുതാം. 10 മാർക്ക്. ഇതൊക്കെ എന്താന്ന് വെച്ചാ? ഉപന്യാസം ഉണ്ട്, മറ്റേ വൃത്തം ഇതൊക്കെ തിരിച്ചതുണ്ട്. അവൾ അപ്പുറത്തൊന്നും എഴുതി തരുന്ന. എടാ എനിക്ക് കൂടെ ഇതെന്റെ വെച്ചാ. സാറേ, ഈ മൺമറഞ്ഞു പോയ കലാരൂപത്തെ കുറിച്ച്, ഈ ഡാപ്സിയുടെ റാപ്പിനെ കുറിച്ച് എഴുതിയാലോ? എടാ അപ്പുറത്തെ ക്ലാസ്സിലെ നിന്റെ അനിയന്റെ കൂട്ടുള്ള മൊണ്ണയാണല്ലോടാ നീയും. നിന്നെയാ ഒരു കൊല്ലയിലുള്ള എന്തോ തിടുക്കം. എടാ അടുത്ത വീടേ മലയാളത്തിന്റെ എക്സാമാ. നിങ്ങളുടെ ക്ലാസ്സിൽ ചോദ്യം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ കേട്ട്. അപ്പൊ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പേര് ഞാൻ കൊടുത്താ മതി. കൊള്ളായിരുന്നു. താങ്ക് യു. എന്തിന്? സാർ ഞാൻ പോണേ. ഗുഡ് മോർണിംഗ് സാർ. ഇരുന്നോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തുവായിരുന്നു പഠിപ്പിച്ചിരുന്നേ? ഷെല്ലും സബ്ഷെല്ലും അല്ലേ? അങ്ങനെ ഇടാ അഖിലേ, എന്തോ സബ്ഷെല്ല്? സാറേ ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക, സബ്ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമക്കായ. എന്നാ അഖിലിമോനെ കക്ക വാരി അങ്ങോട്ട് മാറി കേട്ടോ. പൂർണിമേ ഇന്നേക്ക് പറ. അയ്യോ സാറേ, അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാതെ അവനെങ്ങനാ പറയുന്നേ? ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിലെ അല്ല, ഇവൻ അപ്പുറത്തെ ക്ലാസ്സിലെയാ. ഇവനെ അത് പഠിപ്പിച്ചതുവാ. എന്താ ഇവിടെ? ഇവിടെ കക്ക ഉണ്ടോന്ന് അന്വേഷിക്കാൻ വന്ന സാറേ. സാറേ കക്ക വാരി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇരുന്നോട്ടെ. അപ്പഴേ ഈ സ്റ്റെല്ലാക്രമണം പറയുമ്പോഴേ കക്ക വാരി എറിയുന്നതാണ്. അത് സബ്ഷെല്ലല്ലേ? പിള്ളേരെ, പിന്നെ മലയാളം സാർ വരാൻ ഇച്ചിരി താമസിക്കും.
ഇപ്പൊ സാറിന്റെ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് തരാം, ഇരുന്ന് എഴുത്. ഈ നമ്പർ കൂടി ഇട്ടാൽ മതി. പിന്നെ പേര്. നവമാധ്യമങ്ങൾ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ മാറ്റം വരുത്തുന്നു? അതിന് പോസിറ്റീവ് നെഗറ്റീവ് എഴുതാം. 9 മാർക്ക്. സാറേ ക്വസ്റ്റ്യൻ മാറിയും തോന്നുന്നു. ഞങ്ങൾ എഴുതി ഉത്തരം എഴുതുന്നു അല്ലല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും മാറിയൊന്നുമില്ല, വളച്ചിലാണെങ്കിൽ അങ്ങോട്ട് ഇരുന്ന് എഴുതാ. അതെങ്ങനെ ശരിയാവും? അപ്പുറത്ത് പറഞ്ഞ വേറെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പുറത്തൊരു കൂട്ടുണ്ട്, അതിൽ നോക്കി. ബുക്കൊക്കെ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചേ, നോക്കട്ടെ. ഞാൻ ബുക്ക് എടുത്തില്ല. അപ്പുറത്തെ ക്ലാസ് അകലിന്റെ ബുക്കാ. ഇത് കാണിച്ചാലോ? ബുക്ക് വന്നേടാ. എല്ലാ നോട്ടും ഉണ്ടല്ലോ, നല്ല ഹാൻഡ് റൈറ്റിങ്. നോക്കേ, പഠിപ്പിക്കാത്ത ചാപ്റ്ററിന്റെ നോട്ട് എങ്ങനെ വന്ന്? ദിവ്യമായി വന്നോ? വന്നോ വന്നോ? അത് അപ്പുറത്തെ കഴിഞ്ഞോ? വിഷ്ണു, ഞാൻ ഇന്നലെ തന്ന പെൺഡ്രൈവ് എന്തേ? ഏത് പെൺഡ്രൈവ്? ഞാൻ ഇന്നലെ തന്ന പെൺഡ്രൈവ്. ഓടാ, എൻ്റെ ഇതൊന്നും തന്നില്ല. എടാ നീ ഇന്നലെ കരഞ്ഞ് കാലുടിച്ചോണ്ട് പോയ എന്റെ പെൺഡ്രൈവ് എന്താടാ? എനിക്കറിയത്തില്ല. എടാ പുല്ല് ഒരുമാതിരി മറ്റേ പരിപാടി ആണെങ്കിലും എന്റെ പെൺഡ്രൈവ് എന്താടാ? എടാ ഞാൻ വിഷ്ണു അല്ല, അപ്പുറത്തെ ക്ലാസ്സിലെ ജിഷ്ണുവാ. എടാ അവൻ വീട് വരെ പോയേക്കുക, ഉച്ച കഴിഞ്ഞ് അറ്റൻഡൻസ് ഉണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ കയറിയിരുന്നു. അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ക്ലാസ്സിൽ പൊക്കോളാം. റോൾ നമ്പർ 1 2 3 4. ഈ അസൈൻമെന്റ് ഇതേപോലെ അങ്ങ് എഴുതിയാ മതി. അങ്ങനെ ഫ്രണ്ടിൽ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി പേപ്പറിലൊന്നും ഇല്ല. അതിന് അപ്പൊ ഈ ഫ്രണ്ട് പേപ്പർ അങ്ങ് മാറ്റിയിട്ടേ ഇവിടെ എൻ്റെ പേര് എഴുതിയ ഫ്രണ്ട് പേപ്പർ വെച്ചാൽ പോരെ? പിന്നെ അടിവഴി ബുക്ക് ഇട്ട് വരുമ്പോൾ നോക്കിയിട്ടാണ് ഇട്ടുതരാം. ഞങ്ങൾ പെട്ടേനെ. അപ്പൊ നീയല്ലേ ഈ പേപ്പറും ബുക്കൊക്കെ കീഴ്വഴി ഇങ്ങനെ ഇട്ട് വരുന്നത്? എടാ എന്റെ ക്ലാസ്സിൽ ഫ്രണ്ട് ഇരിക്കുന്നു, ഞാൻ എങ്ങനെ നിനക്ക് ബാക്കിൽ കൂടെ ഇട്ട് തരുന്നേ? അപ്പൊ അഖിലായിരിക്കും. എന്നാലും ബുക്ക് എവിടെ പോയി കാണുന്നുമില്ലല്ലോ. അല്ലയാ ബുക്ക് തന്നേന്. ഈ ബുക്ക് നീ എടുത്തോ? അപ്പൊ നീയല്ലേ അടിയിൽ ഇട്ട് തന്നെ? നിനക്ക് ഞാൻ എന്തിനാ ബുക്ക് അടിയിൽ കൂടി ഇട്ട് തരുന്നത്? എനിക്ക് എന്താ വട്ടുണ്ടോ? അല്ല അപ്പം ബാക്ക് ബെഞ്ച് ആയിരിക്കുന്നേ? ബാക്ക് ബെഞ്ചിൽ ആരും ഇല്ല, അവന്മാരും ഇന്ന് വന്നിട്ടും ഇല്ല. പിന്നെ ആരാ എനിക്കൊക്കെ തരുന്നേ? ഇപ്പൊ ഞാൻ ഒരെണ്ണം തന്നില്ലയോ, അതുകൊണ്ട് ഇപ്പൊ പോന്നു.